ടോവിനോന്റെ കരിയർ നമ്മൾ എടുത്തു നോക്കുകയാണെന്ന് വെച്ചാൽ ടോവിനോ നല്ല സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ അതൊന്നും തിയററ്റിക്കലി വലിയ ഹിറ്റ് ആയിട്ടില്ല. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ അന്വേഷിപ്പിൻ കണ്ടെത്തൂർ അടിപൊളി ത്രില്ലറാണ്, കേസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. പക്ഷെ തിയററ്റിക്കലി വലിയ ഹിറ്റ് ആയിട്ടില്ല. അല്ല അദൃശ്യ ജാലകം പറഞ്ഞിട്ട് ഒരു അവാർഡ് സിനിമാ പ്രേമികളെ വെയിറ്റ് ചെയ്യുന്നത് 2024 സെക്കൻഡ് ഹാഫ് ആവാൻ വേണ്ടിയിട്ട്. 2024 ഫസ്റ്റ് ഹാഫിൽ മലയാളത്തിൽ നിന്നുള്ള വലിയ വലിയ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും പൊതുവെ തമിഴിനും തെലുങ്കിലും കൊച്ചു കൊച്ചു പടങ്ങളാ വന്നിരിക്കും. ഇനിയാണ് വൺ സ്റ്റാർ കാസ്റ്റിലുള്ള അല്ലെങ്കിൽ വൺ ബഡ്ജറ്റിലുള്ള പടങ്ങൾ വരാൻ പോകുന്നത്. ആദ്യം ജൂലൈ മാസം നോക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും ഹൈപ്പുള്ള പടം ജൂലൈ 12 തീയതി ഇറങ്ങി ഇന്ത്യൻ 2 തന്നെ ആയിരുന്നു. ഇന്ത്യൻ എന്ന കൾട്ട് ക്ലാസിക് പടത്തിന്റെ ഒരു കമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആണ് ഇന്ത്യൻ 2. കമൽഹാസൻ ശങ്കർ കോമ്പോയിൽ ഇറങ്ങിയ പടം. ഒറ്റ വാക്കിൽ പറഞ്ഞൊരു കോമാളിപ്പടം. എന്തിനാണ് ഇങ്ങനെ ഒരു പാട്ട് ഇറക്കിയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ജൂലൈ 19 തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ മലയാളത്തിൽ നിന്നുള്ള സീരീസ് ഇറങ്ങുന്നുണ്ട്. നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്നാണ് പേര്. സുരാജ് വെഞ്ഞാറമൂട്, കനിക്കു സുധി, ശ്വേതാ മേനോൻ ഇവരൊക്കെയാണ് ഇതിൽ അഭിനയിക്കുന്നത്. 5 ഭാര്യമാർക്ക് ഒരു ഭർത്താവ്, അവരുടെ കഥ പറയുന്ന ഒരു സീരീസ് ആണ്. ജൂലൈ 26 തീയതി നമ്മുടെ ധനുഷ് റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ധനുഷ് നമ്മുടെ റായൻ സിനിമ ഇറങ്ങുന്നുണ്ട്. AR റഹ്മാൻ മ്യൂസിക്കിലാണ്. വൺ സ്റ്റാർ കാസ്റ്റിൽ ഇറങ്ങുന്ന ഒരു പടമാണ്. സന്ദീപ് കിഷൻ, SJ സൂര്യ, കാളിദാസ് ജയറാം, തുഷാര വിജയൻ, വലിയൊരു സ്റ്റാർ കാസ്റ്റുള്ള ഒരു റേറ്റഡ് ഫിലിമാണ്. അന്ന് തന്നെ നമുക്ക് ഡെഡ്പൂൾ വേഴ്സസ് വോൾവറിൻ പടം റിലീസ് ആവുന്നുണ്ട്. സോ ബേസിക്കലി മാർവൽ ഫാൻസ് ഇത്രയും കാലം മാർവലിൽ ഇറങ്ങിയ പടത്തിൽ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. അവർക്ക് ഹൈ എക്സ്പെക്ടേഷൻ ഉള്ള ഒരു സിനിമയാണ്. ഓഗസ്റ്റ് മാസം നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഓഗസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉള്ള ഒരു പടം ചിയാൻ വിക്രം രഞ്ജിത്ത് കോമ്പോയിൽ 15 തീയതി ഇറങ്ങുന്ന തങ്കലയാണ്. ആ പടത്തിന്റെ ട്രെയിലറും ടീസറും കണ്ടറിയാം ആ പടത്തിന്റെ ക്വാളിറ്റി എന്താണ്. കുറെ നാഷണൽ അവാർഡ് ഈ പടം വിൻ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. GV പ്രകാശാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ചിയാൻ വിക്രത്തിന്റെ കുറെ പടങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആളുടെ പെർഫോമൻസ് സൂപ്പർ തന്നെ ആയിരിക്കും. പക്ഷെ ആ പടങ്ങളൊന്നും അധികം ഹിറ്റ് ആയിട്ടില്ല. അവസാനത്തെ ഏറ്റവും വലിയൊരു ഹിറ്റ് പറയാൻ അത് OTT പ്രൊഡക്റ്റ് ആയ മഹാനായിരുന്നു. സോ ഈ സിനിമ വലിയൊരു ഹിറ്റ് ആവാൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സെപ്റ്റംബർ മാസത്തിൽ വൺ ക്ലാഷ് റിലീസസും അതുപോലെ വലിയ വലിയ റിലീസസ് ഉള്ള ഒരു മാസമാണ്. ആദ്യം നമ്മുടെ സെപ്റ്റംബർ 5 തീയതി തളപതി വിജയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. നമ്മുടെ വെങ്കിട് പ്രഭുവാണ് ഈ പടം ഡയറക്ട് ചെയ്യുന്നത്. ഈ പടത്തിന്റെ ട്രെയിലറോ അല്ലെങ്കിൽ ടീസറോ ഇറങ്ങിയാൽ മാത്രമേ നമുക്കിത് ഏത് ജോണറിലാ വരിക പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഗ്ലിംസ് കാണുമ്പോൾ നമുക്കൊരു ടൈം ട്രാവൽ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ പ്രഭുദേവ, അജ്മൽ അമീർ, സ്നേഹ വലിയൊരു സ്റ്റാർ കാസ്റ്റുള്ള പടമാണ്. ഇവൻ വിജയ് അഭിനയം നിർത്താൻ പോണോണ്ട് തന്നെ ഹൈ എക്സ്പെക്ടേഷൻ ആണ് ഈ സിനിമയ്ക്ക്. പിന്നെ സെപ്റ്റംബർ 7 തീയതി നമ്മുടെ ദുൽഖറിന്റെ ലക്കി ഭാസ്കർ പറഞ്ഞ പടം ഇറങ്ങുന്നുണ്ട് പറയുന്നുണ്ട്. ഒഫീഷ്യലി കൺഫേംഡ് അല്ല. ബാരോസ് 12 തീയതി ഇറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബസൂക്ക മമ്മൂട്ടിയുടെ 12 തീയതി ഇറങ്ങുന്നുണ്ട് എന്നുള്ള റൂമേഴ്സ് ഒക്കെ വന്നത്. ഇതൊന്നും ഒഫീഷ്യലി കൺഫേംഡ് അല്ല. ഇനി സെപ്റ്റംബർ 27 തീയതി നമ്മുടെ ദേവര നമ്മുടെ ജൂനിയർ NTRന്റെ പടം റിലീസ് ചെയ്യുന്നത് 2 പാർട്ടായിട്ട് വരുന്ന സിനിമയാണ്. അനിരുദ്ധാണ് മ്യൂസിക് ഇരിക്കുന്നത്. മ്യൂസിക് വർക്ക് ഒക്കെ അടിപൊളിയായിരുന്നു. പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പിന്നെയുള്ള റിലീസ് പറയുന്നത് നമ്മുടെ ഡിസംബർ മാസത്തിലല്ല ഒക്ടോബർ മാസത്തില് കങ്കുവയും അതേപോലെ തന്നെ വേട്ടയാനും വരുന്നുണ്ട് ഒക്ടോബർ 10 തീയതി. സോ ഒരു ക്ലാഷ് റിലീസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ കങ്കുവയുടെ കേസ് പറയുന്നത് സൂര്യക്ക് തിയററ്റിക്കൽ റിലീസ് നോക്കുകയാണ് വെച്ചാൽ വളരെ കുറച്ച് ഹിറ്റ്സേ ഉള്ളൂ. OTTയിൽ വൺ ഹിറ്റായ സിനിമ ഉണ്ടെങ്കിൽ തിയററ്റിക്കലി വലിയ ഹിറ്റായിട്ടുള്ള പടങ്ങളില്ല. അതിനൊരു സൊല്യൂഷൻ ആവും ഈ പടം എന്നാണ് പറയുന്നത്. കാരണം ഇതിന്റെ മറ്റേ ഗ്ലിംസ് നല്ല ക്വാളിറ്റിയുള്ള ഗ്ലിംസ് ആയിരുന്നു. സോ 2 കാലഘട്ടത്തിന്റെ കഥ പറയുന്ന സിനിമയാണ്. ഹെവി സ്റ്റാർ കാസ്റ്റ് വരുന്ന പടമാണ്. ഓൺ ദ അതർ സൈഡ് നമ്മൾ നോക്കുന്ന വേട്ടയാണെന്ന് വെച്ചാൽ രജനീകാന്ത്, റാണ, അതേപോലത്തെ ഫഹദ് ഫാസിൽ, മഞ്ജു വാര്യർ, ഇവൻ അമിതാഭ് ബച്ചൻ ഉണ്ടായിട്ട് പോലും വലിയൊരു ഹൈപ്പ് നമുക്ക് തോന്നുന്നില്ല. ഇവൻ കൂലിക്കുള്ള ഒരു ഹൈപ്പ് പോലും ഈ പടത്തിനില്ല. ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ഒക്കെ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ഹൈപ്പ് വരുമായിരിക്കും. സോ ഇതാണ് ഒക്ടോബർ മാസത്തിലുള്ള റിലീസ്. ഇനി ഡിസംബറിൽ നോക്കുകയാണെന്ന് വെച്ചാൽ പുഷ്പ 2 റിലീസ് ആവുന്നുണ്ട്. പുഷ്പ 1 വലിയൊരു പടമായിട്ടാണ് അവർ പറയുന്നത്. നമ്മുടെ അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ ഇവരൊക്കെയാണ് ഇതിൽ അഭിനയിക്കുന്നത്. സോ ഇവരുടെ ഏതോ ഈ ട്രെയിലർ തന്നെ 10-60 കോടി എടുത്തിട്ടാണ് അവർ ഷൂട്ട് ചെയ്ത് 600 കോടി ബഡ്ജറ്റുള്ള പടമാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ പുഷ്പയ്ക്ക് ഇനി 3ാമത്തെ ഒരു ഭാഗം വരുന്നുണ്ട്. സോ പുഷ്പ ഡിസംബർ റിലീസാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ തഗ് ലൈഫ് ഉണ്ട്. തഗ് ലൈഫ് നമ്മുടെ കമലഹാസൻ അതുപോലെ തന്നെ മണിരത്നം കോമ്പോയിൽ ഇറങ്ങുമ്പോൾ ചിമ്പു ഒക്കെ ഈ സിനിമയുടെ ഭാഗമാണ്. സോ ആ പടം ഇക്കൊല്ലം തന്നെ റിലീസാവും. ഡേറ്റ് കൺഫേംഡ് അല്ല. മലയാളത്തിൽ നിന്ന് വേറെയും വലിയ വലിയ സിനിമയുണ്ട്. അജയന്റെ 2ാം മോഷണം. ഇപ്പൊ ടോവിനോന്റെ കരിയർ നമ്മൾ എടുത്തു നോക്കുകയാണെന്ന് വെച്ചാൽ ടോവിനോ നല്ല സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ അതൊന്നും തിയററ്റിക്കലി വലിയ ഹിറ്റ് ആയിട്ടില്ല. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ അന്വേഷിപ്പിൻ കണ്ടെത്തൂർ അടിപൊളി ത്രില്ലറാണ്, കേസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. പക്ഷെ തിയററ്റിക്കലി വലിയ ഹിറ്റ് ആയിട്ടില്ല. അല്ല അദൃശ്യ ജാലകം പറഞ്ഞിട്ട് ഒരു അവാർഡ് പടം പോലത്തെ ഒരു പടം ആളുടെ ഇറങ്ങിയിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല സിനിമയാണ്. പക്ഷെ തിയേറ്ററിൽ ഹിറ്റ് ഒന്നും അല്ല. അപ്പൊ ആ ടോവിനോന്റെ കരിയറിൽ ഏറ്റവും വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പടമായിരിക്കും അജയന്റെ 2ാം മോഷണം. മൾട്ടിപ്പിൾ പാർട്സിലാണ് റിലീസ് ചെയ്യുന്നത്. 2024 ഇറങ്ങുന്നു തോന്നുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ജയസൂര്യയുടെ കത്തനാര്. 20 സിനിമകളോളം ജയസൂര്യ ഒരു പടത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ജയസൂര്യയുടെ ഇപ്പോഴത്തെ പടങ്ങൾ നമുക്ക് നോക്കിയറിയാം ഹൈ ക്വാളിറ്റി ഫിലിംസ് ആയിരിക്കും. അത് നമ്മുടെ സ്ക്രിപ്റ്റ് ആയാലും പെർഫോമൻസ് വൈസ് നല്ല ക്വാളിറ്റി ഉള്ള പടങ്ങളായിരിക്കും. സോ നമ്മുടെ അനുഷ്ക ഷെട്ടി ഈ സിനിമയുടെ ഭാഗമാണ്. പ്രഭുദേവ ഈ സിനിമയുടെ ഭാഗമാണ്. ഇതിന്റെ ഒരു വീഡിയോ ഗ്ലിംസ് നമ്മൾ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഹോളിവുഡ് ലെവൽ സിനിമ പോലെ തോന്നിയത്. അതും ഈ 2024 റിലീസ് ആവാൻ തന്നെയാണ് തോന്നുന്നത്. ഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടില്ല.
സോ നമ്മളെ 2024 സെക്കൻഡ് ഹാഫ് നോക്കുകയാണെന്ന് വെച്ചാൽ എല്ലാം കിടിലം പടങ്ങളാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതെല്ലാം അത്യാവശ്യം ഹിറ്റ് ആവുകയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു ഇയർ ആയിരിക്കും 2024. അതേപോലെ തന്നെ സിനിമ